തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാവും. കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ജീവിതം മുഴുവൻ താഴ്മയോടുകൂടെ ജീവിക്കാനായി സാധിച്ചാൽ അനുഗ്രഹീതരാകുന്ന വചനം പറയണം. ശരിക്കും മറ്റെന്തോ പേരായിരുന്നു, പക്ഷേ അവളുടെ സൗന്ദര്യം കണ്ടിട്ട്, കത്തുന്ന സൗന്ദര്യം കണ്ടിട്ട് ഈ മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് അവളെ വിളിച്ച പേരാണ് റോസാപുഷ്പം കണക്കിയ ഒരു പെൺകുട്ടി, വിശുദ്ധ റോസ. പക്ഷേ ഈ സൗന്ദര്യം തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്ന്, തന്നിലൂടെ മനുഷ്യരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആവുന്നില്ല എന്ന് തോന്നിയപ്പോൾ സൗന്ദര്യം വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചൊരു വിശുദ്ധയാണ്. സിയന്നായിലെ വിശുദ്ധ കത്രീനായെ ഇങ്ങനെ അടിമുടി അനുകരിക്കാൻ നോക്കിയ ഒരു വിശുദ്ധ. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എനിക്ക് ജീവിച്ചാൽ മതി, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സുഹൃതജപങ്ങളോടെ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധ. കർത്താവ് എത്രമാത്രം ഉയർത്തിയെന്ന് കാണാം. ജീവിതം ഇങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മറ്റുള്ളവരെ എല്ലാം ഈശോയിലേക്ക് അടുപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരു വിശുദ്ധ. ഒന്നാമത്തെ വായന നമ്മൾ കാണിച്ചു തരുന്നത് റൂത്തിനെയാണ്. ഇന്നലത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മളത് കണ്ടു. നവോമിയെ വിട്ടുപോകാതെ നിൽക്കുന്ന, അമ്മായിയമ്മ ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞ് അവൾക്ക് കൂട്ടു നിൽക്കുന്ന റൂത്ത്. അവൾക്ക് വീട്ടിലേക്ക് പോവാം, അവിടുത്തെ രീതിയൊക്കെ അനുസരിച്ച് മറ്റൊരു വിവാഹം കഴിക്കാം, സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം, കുഞ്ഞുങ്ങളെ പ്രസവിക്കാം, മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാം. പക്ഷെ റൂത്ത് തിരഞ്ഞെടുക്കുന്നത് അമ്മായിയമ്മയോടൊപ്പമുള്ള ജീവിതമാണ്. എനിക്കങ്ങനെ വേണ്ട, ഒരാളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കങ്ങനെ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞ് സ്വയം താഴുന്ന, ഇങ്ങനെ സ്വന്തം ജീവിതത്തെ ഉയർത്തുന്നതിന് പകരം മറ്റുള്ളവരെ ഉയർത്താനായി ഒരു ചവിട്ടുപടിയാവുന്ന റൂത്തിനെ നമ്മൾ കാണും. അതിന് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബോവാസ് പറയുന്നുണ്ട്, ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകള് പിന്നീട് റൂത്തിന് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ, ബോവാസിൽ നിന്നൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മൾ കാണും. അനുഗ്രഹങ്ങളാണ്.